ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ലോകരക്ഷകരായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി തിരുനാളിനായി തയ്യാറെടുക്കുകയാണ്. യുദ്ധമുനമ്പത്തായിരിക്കുമ്പോഴും തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും ഒട്ടും മാറ്റിവെക്കാതെ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരും ഒരുങ്ങുകയാണ് ഏകലോകരക്ഷകന്റെ തിരുപ്പിറവിക്കായി. തുടർച്ചയായ രണ്ടാം തവണയാണ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ആഗമനകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പിന്തുടരുന്ന പാരമ്പര്യമനുസരിച്ച് നവംബർ 30 തന്നെ ബെത്ലഹേമിലെ ക്രൈസ്തവ സമൂഹം ആഗമനകാലത്തിന് തുടക്കം കുറിച്ചു. വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികൻ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റണിന്റെ നേതൃത്വത്തിലാണ് ശുശ്രൂഷകൾ നടന്നത്. തിരുപ്പിറവി പള്ളിയുടെ ലാറ്റിൻ സമുച്ചയത്തിലുള്ള സെയിന്റ് കാതറിൻ ദേവാലയത്തിൽ വെച്ചാണ് പുതിയ ആരാധനക്രമകാലത്തിന് തുടക്കം കുറിച്ചത്. തിരുപ്പിറവി ദേവാലയത്തിലെ കാലിത്തൊഴുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന മെഴുകുതിരി ഫാദർ ഫ്രാൻസിസ്കോ തെളിയിച്ചു. പുൽക്കൂട്ടിൽ മാലാഖമാർ പാടുകയും നക്ഷത്രം രാത്രിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ആഘോഷത്തിൽ തീർച്ചയായും പ്രത്യാശയുടെ പ്രകടമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഫാദർ ഫ്രാൻസിസ്കോ കാത്തലിക് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തിരുക്കുടുംബം സഞ്ചരിച്ച നക്ഷത്രപാതയിലൂടെ തിരുപ്പിറവി ദേവാലയത്തിലേക്ക് പ്രദക്ഷിണവും നടന്നു. ഗാസയിലും ബെയ്റൂട്ടിലും സമാധാനം. സമാധാനപരമായ പരിഹാരങ്ങളാണ് എപ്പോഴും നല്ലത്. സമാധാനത്തിന്റെ തൊട്ടിൽ നിന്നും മുറിവേറ്റ ലെബനോന് സമാധാനം. നമുക്കൊരുമിച്ച് മാറ്റം കൊണ്ടുവരാം എന്നിങ്ങനെ തുടങ്ങി മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. നോമ്പുകാലത്തെ ആദ്യ ഞായറായ ഡിസംബർ 1 സെയിന്റ് കാതറിൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും നടന്നു.